കേരള സർവകലാശാല ചട്ടങ്ങൾ മറികടന്ന VC മോഹൻ കുന്നുമ്മൽ 4 മാസത്തിലൊരിക്കൽ സെനറ്റ് യോഗം ചേരണമെന്ന സർവകലാശാല ചട്ടം പാലിച്ചിട്ടില്ല. ജൂൺ 17-നാണ് അവസാനമായി സെനറ്റ് യോഗം ചേർന്നിരിക്കുന്നത്. യോഗം വിളിക്കാൻ വൈകുന്നത് ഗവർണർക്ക് പങ്കെടുക്കേണ്ടതിനാലാണെന്നാണ് വിശദീകരണം. ഗോപാൽ ശിലാസനൽ വിവരവുമായി. ഗോപാൽ, ഇപ്പോൾ സെനറ്റ് വിളിക്കാൻ ഇപ്പോൾ VCയും അംഗങ്ങളും തമ്മിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതാണോ യോഗം നീളാനുള്ള കാരണം? ഇപ്പോൾ ഗവർണർ കൂടി പങ്കെടുക്കേണ്ടതാണ് എന്ന ഔദ്യോഗികമായ വിശദീകരണമാണോ നൽകുന്നത്? അങ്ങനെയെങ്കിൽ എപ്പോൾ ചേരുമെന്നാണ്? സ്മൃതി, സർവകലാശാലയിലെ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിലുള്ള തർക്കം ഒരു അന്ത്യമില്ലാതെ ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സർവകലാശാല ചട്ടം മറികടന്നുകൊണ്ടുള്ള വൈസ് ചാൻസലറുടെ പുതിയ തീരുമാനം. ഇതിനു മുൻപ് കേരള സർവകലാശാലയിൽ സെനറ്റ് യോഗം ചേർന്നത് ജൂൺ 17-ാം തീയതിയായിരുന്നു. സർവകലാശാല ചട്ടപ്രകാരം 4 മാസത്തിലൊരിക്കൽ സെനറ്റ് യോഗം ചേരണം എന്നുള്ളതാണ്. അത് പ്രകാരം ഒക്ടോബർ 16-ാം തീയതിയാണ് അടുത്ത സെനറ്റ് യോഗം ചേരേണ്ടതായിട്ടുള്ളത്. എന്നാൽ അത് മറികടന്നുകൊണ്ട് നവംബർ 1-ാം തീയതിയിലേക്ക് സെനറ്റ് യോഗം വിളിച്ചുകൊണ്ട് ഔദ്യോഗികമായി സർക്കുലർ ഇറക്കിയിരിക്കുകയാണ് ഇപ്പോൾ കേരള സർവകലാശാല വൈസ് ചാൻസലർ. ഇത് സംബന്ധിച്ച് ഇത് ഗുരുതരമായ സർവകലാശാല ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന തരത്തിലേക്കാണ് ആരോപണം ഉയരുന്നത്. കാരണം ഇത്തരത്തിൽ ഈ നിയമം ലംഘിച്ചുകൊണ്ട്, അതായത് ഒക്ടോബർ 16-ന് മുൻപ് ചേരാതെ അതിനുശേഷം എപ്പോഴെങ്കിലും ചേരുകയാണെങ്കിൽ അത് നിയമപരമായി ആ യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങൾക്കോ അന്നത്തെ എന്തെങ്കിലും തരത്തിലേക്കുള്ള മിനിറ്റ്സിനോ നിയമസാധുതയില്ല എന്നും ആ യോഗം ചേരുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ലാതാകും എന്നതാണ് ഇതിനോടകം തന്നെ ഇടത് സിൻഡിക്കേറ്റുകൾ മുന്നോട്ട് വെക്കുന്ന ആരോപണം. എന്നാൽ മറുവശത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്ക് കൂടി പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിന്റെ സൗകര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് നവംബർ 1-ാം തീയതിയിലേക്ക് ഈ യോഗം നിശ്ചയിച്ചിട്ടുള്ളത് എന്നതാണ് ഇതിൽ വൈസ് ചാൻസലർ നൽകുന്ന വിശദീകരണം. എന്താണെങ്കിലും ഈ യോഗം നവംബർ 1-ാം തീയതിയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അത് നിയമപരമായി നിലനിൽക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഔദ്യോഗികമായി ഇടത് സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങളുടെ അഭിപ്രായം വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും VC ഇതിൽ പറയുന്നത് ചാൻസലർ കൂടി പങ്കെടുക്കുവാൻ വേണ്ടി ഈ തരത്തിലൊരു ക്രമീകരണം നടത്തി എന്നുള്ളതാണ്. ശരി, ഗോപാൽ ശിരാസനാണ് വിവരങ്ങൾ നൽകിയത്.